രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. രോഗമെന്നൊന്നില്ല. അത് നമുക്കങ്ങ് ഉള്ളിലേക്ക് വരാൻ സമയമെടുക്കും. എന്നോട് എൻ്റെ ഗുരു CRR വർമാജി പ്രകൃതി ഹോട്ടലിൽ ഞാൻ തുടങ്ങരുതെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടും ശാഠ്യം പിടിപ്പിച്ചപ്പോൾ എന്നാൽ ശരി, സുഖം സത്യം രോഗം മിഥ്യ എന്നവിടെ എഴുതി വെച്ചോളാൻ പറഞ്ഞു. ഗുരു പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച്. രോഗം മിഥ്യയാണെന്നൊന്നും എനിക്ക് അന്നേരം ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് രോഗമെന്നൊന്നില്ല, അതിനൊരു അസ്തിത്വം ഇല്ല, അതിനൊരു സ്വതന്ത്ര വ്യക്തിത്വം ഇല്ല. ആരോഗ്യമില്ലായ്മയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് ചില ലക്ഷണങ്ങളിലൂടെ ആയിരിക്കും. ആരോഗ്യത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. എന്താണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം? ഒരാൾ രോഗമൊന്നുമില്ല, പിന്നെന്താ, ഒന്നിനൊരു ഉത്സാഹവുമില്ല, ഊർജ്ജവുമില്ല. അപ്പോൾ രോഗമില്ല എന്നുള്ളത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ചിന്ത തന്നെ തെറ്റാണ്. അത് കളയണം. രോഗമെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് പറിച്ച് കളയണം. അത് വലിയ പ്രയാസമാണ്. ഉള്ളത് ഒന്നില്ലെങ്കിൽ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമില്ല. അപ്പോൾ ആരോഗ്യം ഒരാൾക്കുണ്ട്, അതിൻ്റെ ലക്ഷണം എന്താണ്? സന്തോഷം, ആനന്ദത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ആനന്ദമയമായിരിക്കുക. എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? സംതിങ് റോങ്. ദർ ഈസ് സംതിങ് റോങ്. എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ? അപകടമുണ്ട്. ഒരു വസ്തുവിന് ഏറ്റവും സുഖകരമായൊരു അവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിന് എനർജി കൂടുതലുള്ളപ്പോഴാണോ എനർജി കുറഞ്ഞിരിക്കുമ്പോഴാണോ? ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും സുഖം. ആ സുഖത്തിലേക്ക് എത്താനാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ ആ ഉറങ്ങുമ്പോൾ കിട്ടുന്ന, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഒരു ശല്യവും ഇല്ല, ഒരു കുഴപ്പമില്ല, സ്വന്തമായിട്ട് സുഖമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ആ അനുഭൂതിയുടെ സ്വസ്ഥാവസ്ഥ, സ്വാസ്ഥ്യം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുട്ടുകാലുണ്ടെന്ന് ഓർമ്മയുണ്ടാവാറുണ്ടോ? എനിക്കൊരു കാൽമുട്ടുണ്ട്. എപ്പോഴാണ്? വേദന വരുമ്പോൾ. നടുവുണ്ടെന്ന് എപ്പോഴാണ് അറിയണേ? അയ്യോ, നടുവേദന വരുമ്പോൾ. നമ്മളെല്ലാം നിമിഷം തോറും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വസിക്കുന്നുണ്ടെന്ന് എപ്പോഴാണ് അറിയുക? ശ്വാസം മുട്ടി വരുമ്പോൾ. കണ്ണെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ കണ്ണുണ്ടെന്ന് നമ്മളെപ്പോഴാണ് അറിയണേ? കണ്ണുവേദന വരുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഊർജ്ജം കൂടുതലുണ്ടെങ്കിൽ, ശരീരത്തിന് ഊർജ്ജം കൂടുതലുണ്ടെങ്കിൽ ചാരായം കുടിച്ചാൽ ഊർജ്ജം കൂടുതൽ വരും, ചായ കുടിച്ചാൽ കൂടുതൽ ഊർജ്ജം വരും, അച്ചാറ് കൂടുതൽ കഴിച്ചാൽ ഊർജ്ജം വരും. അപകടകാരികളായ സാധനങ്ങൾ ഉള്ളിൽ ചെന്നാൽ മാത്രമേ എനർജി തോന്നുള്ളൂ. നല്ല ഭക്ഷണപാനീയങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സുഖം, സ്വസ്ഥം. ആ സ്വസ്ഥതയാണ് സുഖം, ആനന്ദാവസ്ഥയാണ് സുഖം. സിനിമ കാണുന്നത് സന്തോഷമല്ലേ? സിനിമ കാണുന്നത് സന്തോഷമാണ്. ശരി, 10 സിനിമ അടുപ്പിച്ച് അങ്ങോട്ട് കണ്ടുവരുന്നിട്ട് തലവേദന, 2 സിനിമ കണ്ട് മൂന്നാമത്തെ നിർബന്ധിച്ചപ്പോൾ കണ്ട്, മൂന്നാമത്തത് കഴിഞ്ഞിട്ട് തലവേദന എടുത്തിട്ട് ശേഷം 4ാമത്തെ സിനിമ വേണ്ടോ? സിനിമ ആർക്കും സന്തോഷം. ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കും തോറും അസ്വസ്ഥത കൂടുകയാണ്, ക്ഷീണം കൂടുകയാണ്, വേദന വരികയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പായസമുണ്ട്, സന്തോഷം. 1 ഗ്ലാസ് തന്നു, 2 ഗ്ലാസ് തന്നു, കൊതി കൊണ്ട് 3 ഗ്ലാസ് കുടിച്ചു. എന്നാൽ പിന്നെ 4ാമത്തെ ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞു, മതി എന്ന് പറഞ്ഞു. എന്നാലും കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ 4ാമത്തെ ഗ്ലാസും കൂടെ ആദ്യത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ സുഖമുണ്ടോ? പായസം സുഖം തരുന്നുണ്ടോ? പായസം സുഖം തരുന്നുണ്ടെങ്കിൽ കൂടുതൽ പായസം കൂടുതൽ സുഖം തന്നുകൊണ്ടേയിരിക്കണം. 6ാമത്തെ ഗ്ലാസ് കൂടെ കുടിക്കാൻ നിർബന്ധിച്ചപ്പോൾ തന്നോടല്ലോടോ പറഞ്ഞത് മതിയെന്ന്. 7ാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കൊരണം കുരുക്കൊരു ഒറ്റ അടിയാണ് കൊടുത്തത്. താൻ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. വയറ് നിറഞ്ഞിട്ട് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. വയറ് നിറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ദുരിതം ഉണ്ടല്ലോ, ചില്ലറ ദുരിതമൊന്നുമല്ല. അപ്പോൾ പായസം സുഖം തരുമോ? ഇല്ല. അപ്പോൾ സുഖം എന്ന് നമ്മളിപ്പോൾ കരുതുന്നത് വാസ്തവത്തിൽ ദുരിതത്തെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, അമ്മയ്ക്ക് നമ്മൾ വയറ് നിറച്ച് കഴിക്കണം. വയറ് നിറഞ്ഞോടാ, അയ്യോ നിറഞ്ഞമ്മിച്ചേ, ഇനി
ഒട്ടും തിന്നാൻ പറ്റൂല. വയറിങ്ങനെ വീർത്ത് ആ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്കും വയറ് നിറഞ്ഞു നിൽക്കുന്നതാണ് സന്തോഷം. ഇപ്പോഴല്ലേ ഈ വയറ് നിറഞ്ഞു നിൽക്കുന്ന ദുരിതമാണെന്ന് തിരിച്ചറിയണത്. നമ്മൾ സുഖമാണ് എന്ന് തന്നെ കരുതി സുഖം അനുഭവിച്ചുകൊണ്ടിരുന്നത് ദുഃഖത്തെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സുഖവും സ്വസ്ഥതയും ആനന്ദവും ഒന്നും ബാഹ്യമല്ല, ആത്മനിഷ്ഠമാണ്, മനസ്സിജങ്ങളാണ്. പുറത്തൊരിടത്തും സുഖവും ഇരിപ്പില്ല, ദുഃഖവും ഇരിപ്പില്ല.